Hi all. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ടിവിറ്റി ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ടാണ്. നമ്മൾ യൂസർ ഇൻ്റർഫേസ് സ്ക്രീനിൽ കാണുന്ന ആ ഒരു വിൻഡോയ്ക്കാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്ക്രീനിൽ നിന്ന് വേറൊരു സ്ക്രീനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് ട്രാവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആക്ടിവിറ്റി ലൈഫ് സൈക്കിളിൽ വരുന്നത് ഈ പറയുന്ന 7 മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ്. ഒരു ആക്ടിവിറ്റി നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോൾ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഓൺ ക്രിയേറ്റ്. ഒരു ആക്ടിവിറ്റി യൂസറിന് കാണാൻ പറ്റുന്ന അവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ യൂസർ കാണുന്ന മൊമെൻറ്റിലാണ് ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നത്. യൂസർ ആക്ടിവിറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഓൺ റെസ്യൂം എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നത്. യൂസർ ഒരു ആക്ടിവിറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ കുറേ നേരത്തേക്ക് ഇരിക്കുമ്പോൾ ഓൺ പോസ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. ദീർഘനേരം യൂസർ ഇൻട്രാക്ട് ചെയ്യാണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തൊരു ആക്ടിവിറ്റിനെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ റീസ്റ്റാർട്ട് വഴിയാണ് സ്റ്റാർട്ട് ഫംഗ്ഷനിലെത്തിയിട്ട് വീണ്ടും റെസ്യൂം ഓപ്പറേഷൻ വഴി ചെയ്യുന്നത്. ദെൻ ഒരു ക്രിയേറ്റ് ചെയ്ത ആക്ടിവിറ്റിനെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു 7 മെത്തേഡ്സിൻ്റെ വർക്ക് ഫ്ലോ ആണ് നമ്മൾ ഈ കാണുന്ന ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ ഡയഗ്രത്തിൽ കാണുന്നത്. ഈ ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആക്ടിവിറ്റി ആദ്യമായി ലോഞ്ച് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റിയുടെ ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. ഓൺ ക്രിയേറ്റ് മെത്തേഡ് കോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എപ്പോഴും ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യും. ഓൺ സ്റ്റാർട്ട് മെത്തേഡ് കോൾ ചെയ്യുമ്പോഴാണ് യൂസറിന് ആക്ടിവിറ്റിയുടെ വിൻഡോ കാണാൻ സാധിക്കുന്നത്. യൂസർ ആ വിൻഡോയിൽ ഏതെങ്കിലും തരത്തിലുള്ള കീബോർഡ് ഇൻപുട്ടോ ടച്ച് ഇൻപുട്ടോ കൊടുത്ത് ആ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓൺ റെസ്യൂം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ആക്ടിവിറ്റി റണ്ണിങ് സ്റ്റേറ്റിലെത്തുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സാപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പാണ് ആക്ടിവിറ്റി ഇൻ റണ്ണിങ്. അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ യൂട്യൂബിൽ നിന്നുള്ളൊരു ലിങ്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പിനെ പോസ് ചെയ്തിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന ആക്ടിവിറ്റീനെ ഫോർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ അനദർ ആക്ടിവിറ്റി കംസ് ഇൻ ടു ദ ഫോർഗ്രൗണ്ട്, വാട്സാപ്പിനെ നിർത്തിയിട്ട് യൂട്യൂബിനെ ഫോർഗ്രൗണ്ടിൽ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന വാട്സാപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റീനെ ഓൺ പോസ് മെത്തേഡ് കോൾ ചെയ്ത് പോസ് ചെയ്ത് വെക്കും. പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ആക്ടിവിറ്റിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓഫ് കോഴ്സ് നമ്മൾ പിന്നീട് യൂട്യൂബ് ആയിരിക്കും കാണുന്നത്. അങ്ങനെ കുറേ നേരം നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും വാട്സാപ്പിലേക്ക് വരണം. യൂസർ റിട്ടേൺസ് ടു ദ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യുന്നത് ഓൺ പോസിൽ നിന്ന് ഓൺ റെസ്യൂം വഴി വീണ്ടും ആക്ടിവിറ്റി റണ്ണിങ് സ്റ്റേറ്റിലേക്ക് എത്തും. ഇനി നമ്മൾ ദീർഘനേരം ഒരു ആക്ടിവിറ്റി ഉപയോഗിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ആൻഡ്രോയിഡ് ഇൻവോക്ക് ചെയ്യും. ഇനി തിരിച്ച് ആ ആക്ടിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസറിന് വീണ്ടും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഓൺ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓൺ സ്റ്റാർട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ദെൻ വീണ്ടും യൂസർ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്ന മൊമെൻറ്റിൽ ഓൺ റെസ്യൂം വരുന്നു, ആക്ടിവിറ്റി റൺ ചെയ്യുന്നു. ഇതിങ്ങനെ സൈക്ലിക്കലി റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഏതെങ്കിലും കേസിൽ നമുക്കിനി ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക വേണ്ട എന്നുള്ളൊരവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. ഓൺ ഡിസ്ട്രോയ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഇനി വേറൊരു എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോണിലെ മെമ്മറി ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരാം. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സിൽ നമ്മൾ ഓൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കാറുണ്ട്. ഓൺ സ്റ്റോപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് ആൻഡ്രോയിഡ് തന്നെ ഇംപ്ലിസിറ്റായിട്ട് ആക്ടിവിറ്റീനെ കില്ല് ചെയ്യാറുണ്ട്. അങ്ങനെ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആക്ടിവിറ്റീനെ ഓൺ ക്രിയേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്ത് നമ്മുടെ ടിപ്പിക്കൽ ആൻഡ്രോയിഡ് ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇതാണ് ബേസിക്കലി ആൻഡ്രോയിഡ് ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ. താങ്ക് യു.